ഇപ്പൊ രാത്രി സമയം 12:32 അതായത് നവംബർ 11, 2025 രാത്രി സമയം 12:33 എക്സാക്ട്ലി ആയി. നാട്ടിൽ ഏകദേശം ഒരു 2-3 ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലും ഇത് പറ്റുന്ന ഒരു 1% പൊട്ടൻഷ്യൽ ആളുകളുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്താണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ തട്ടിമാറ്റി പോകാനോ അല്ലെങ്കിൽ സ്കിപ്പായി പഠിക്കാൻ പറയില്ല. എന്റെ വാപ്പനെ പഠിപ്പിച്ചത് കാലത്ത് മാറി നിൽക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങളോട് മനസ്സിലാക്കണം ഇത് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല. ഇപ്പൊ നവംബർ മാസമാണ്. ഓക്കെ, നവംബർ കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് 2026 എത്തിക്കഴിഞ്ഞാൽ ദുബായ് ലാൻഡിൽ നിങ്ങൾക്ക് ഒരു 3 മില്യൺ താഴത്തേക്ക് ഒരു ടൗൺസ് കിട്ടത്തില്ല. പറയുന്നതൊന്നും തോന്നുന്നത് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദമാക്ക് ഐലൻഡ് പറഞ്ഞ പ്രൊജക്ടിന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം കമ്മീഷൻ കിട്ടാൻ പറയുന്ന സംഭവം സ്ട്രാറ്റജി ആണെന്നൊക്കെ. നിങ്ങൾ എങ്ങനെ എടുത്തൊരു കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ പറയുന്നത് മനസ്സിലേക്ക് രാത്രി എന്റെ റൂമിലേക്ക് വരുന്ന വഴിയിൽ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് എനിക്ക് വീഡിയോ ചെയ്യുന്ന തോന്നി. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം. ഓക്കെ, 2024 ഡിസംബറിൽ ദമാക്ക് ഐലൻഡ് പറഞ്ഞ പ്രൊജക്ടിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ലോഞ്ച് ചെയ്തിരുന്നു. അന്ന് ലോഞ്ച് ചെയ്ത് 2.25 ലോഞ്ച് ചെയ്ത് ആവറേജ് പ്രൈസ് 2.4-2.5 ആയിരുന്നു അന്ന് പോയിരുന്ന പ്രൈസ്. ഓക്കെ, ഇപ്പൊ 10 മാസം കഴിഞ്ഞിട്ട് ദമാക്ക് ഐലൻഡ് 2 ചാപ്റ്റർ ലോഞ്ച് ചെയ്യാം. ചാപ്റ്റർ 2 ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, 2.75 സ്റ്റാർട്ടിംഗ് പ്രൈസ്, ആവറേജ് പ്രൈസ് 2.8-2.9 പ്രൈസ് വരും. ഓക്കെ, ഇതുകൂടി കഴിഞ്ഞാൽ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ദുബായ് ലാൻഡിൽ നിങ്ങൾക്ക് 3 മില്യൺ താഴത്തേക്ക് ഓപ്ഷൻ കിട്ടത്തില്ല. ഓക്കെ, ഈ പറയുന്ന ലൊക്കേഷന്റെ ചുറ്റും ഏകദേശം 28 കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. അവിടുത്തെ പ്രൈസ് 3.6 മില്യൺ കറന്റ് പോയിക്കൊണ്ടിരുന്നു. മിനിമം പ്രൈസ് പോയിക്കൊണ്ടിരുന്നു. റെഡി ടു ബൈ ഓപ്ഷൻ പറയുന്നത് കേട്ടോ. ആ ലൊക്കേഷനിൽ ഇതേപോലത്തെ ലോകത്ത് നിന്ന് ആരും കൊണ്ടാത്ത രീതിയിലുള്ള ഐലൻഡ് തീമാനുള്ള കമ്മ്യൂണിറ്റി. ഓക്കെ, അതും നിങ്ങൾ വിത്ത് പെയിം പ്ലാൻ ചെയ്യാൻ പോകും. 4 വർഷത്തെ പെയിം പ്ലാൻ 2025 നിങ്ങൾ എടുക്കുന്ന പ്രോപ്പർട്ടി കിട്ടാൻ പോകും 2029. ഓക്കെ, 25 പ്രൈസ് എടുക്കുന്നു, 2029 കിട്ടാൻ പോകുന്ന പ്രൈസ്. ഓക്കെ, അതാണ് നിങ്ങൾ നോക്കിക്കോളൂ. ആ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് എല്ലാ വർഷവും രണ്ടിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെ എല്ലാ വർഷം ഉണ്ടാക്കാൻ പറ്റും. മനസ്സിൽ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടും മിനിമം ലെവലിൽ. നിങ്ങൾ 4 വർഷം കൊടുക്കുന്ന ഈ പ്രോപ്പർട്ടി വാല്യൂ 2.1% മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുള്ളൂ. ബാക്കി ഓൺ ഹാൻഡ് ഓവർ കൊടുക്കാം. 2.1 നിങ്ങൾ എടുക്കുന്ന പ്രോപ്പർട്ടി മിനിമം ഒരു 3.8 അപ്രീഷിയേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഞാൻ 8 കേസ് പറഞ്ഞു ഒരു 80% മുകളിൽ നിങ്ങളുടെ ക്യാപിറ്റൽ റിട്ടേൺസ് കിട്ടുന്നത് ROE. ഓക്കെ, ഇപ്പൊ ഈ പ്രൊജക്ടിന്റെ EOI സ്റ്റേജിലുള്ളത് 24 മണിക്കൂർ സമയം. എക്സാക്ട്ലി പറഞ്ഞാൽ നാളെ നവംബർ 11, നവംബർ 12 ഈ പ്രൊജക്ട് ലോഞ്ചാണ്. ഓക്കെ, ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ തലമുറ വരെ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റാണ്. ഓക്കെ, 4 സെന്റ് സ്ഥലം ഏകദേശം 3 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് ടൗൺ ഹൗസ് കിട്ടുക. അത് വാട്ടർ തീമാനുള്ള കമ്മ്യൂണിറ്റി. ഇന്ന് ലോകത്ത് ആരും കൊണ്ട രീതിയിൽ കമ്മ്യൂണിറ്റി ചുറ്റുള്ള ഗ്രീഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ നോർമൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി വന്നിറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ആപ്പ് ഇൻവെസ്റ്റർ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. 2.25 വാങ്ങിയ 2.3 വാങ്ങിയ ആൾക്കാർക്ക് അത്യാവശ്യം നല്ലോണം പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ നിങ്ങളെ എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബോധ്യമായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. EOI സ്റ്റേജിലാണ്. EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഈ എമൗണ്ട് റീഫണ്ടബിൾ ആണ്. നിങ്ങൾ ക്യൂലേക്ക് കയറുന്ന മാത്രമേ നിങ്ങൾക്ക് അതിന്റെ സംഭവം കിട്ടത്തുള്ളൂ. ഇത് യൂണിറ്റ് കിട്ടുമെങ്കിൽ എനിക്ക് യാതൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത് ലാസ്റ്റ് മൊമെന്റ് ആണ്. എന്നാൽ പോലും എന്റെ കഴിയുടെ പരമാവധി ശ്രമിക്കുന്നതാണ്. EOI സബ്മിറ്റ് ചെയ്ത മാസം നമുക്ക് ആ ഒരു ക്യൂലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബാക്കി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വിഷയമായി ഞാൻ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് സംസാരിക്കാം.